എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് നാളെ ജാതി കൃഷിയുടെ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ വിളിച്ചിങ്ങനെ ചോദിച്ചിരുന്നു നമുക്ക് എംബറർ ജാതിയെക്കുറിച്ച് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ എംബറർ ജാതിയുടെ മുമ്പ് വീഡിയോസ് കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മളുടെ ഇതൊരു എംബറർ ജാതിയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കായ ഞാനൊരു 500 കായൽ ഇതുമേന്ന് പറിച്ച് കളഞ്ഞിട്ട് എന്നിട്ട് പോലും കായകളുടെ എല്ലാ തണ്ടുമേക്കടയും കായകളാണ്. ഇതുപോലെ കായകൾ തൂങ്ങി ഉണ്ടാവും. പിന്നെ പുതിയത് പൂത്ത് വരുന്നതുകൊണ്ട് ഇനി കായ ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇത്രയും കായ ഉണ്ടാകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കായയുടെ നമ്മളുടെ പത്രിക്ക് കട്ടി കുറവും അതുപോലെ കായ്ക്ക് വലിപ്പക്കുറവാണ്. ശരിക്കും ഇതിൻ്റെ മരം നന്നായിട്ട് വലുതായിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പത്തിലേക്ക് ഒരു 10 വർഷമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-8 വർഷത്തിന് മുകളിലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരത്തിൻ്റെ സൈസിലേക്ക് ആയി കഴിഞ്ഞാൽ കറക്റ്റ് സൈസിലേക്ക് നമുക്ക് കായയും പത്രയും കിട്ടും. പലരും ഇതിൻ്റെ ഇത് അത്ര നല്ല തൈയല്ല എന്നൊക്കെ പറഞ്ഞ് പല കമൻറ്റുകളും കാര്യങ്ങളും കണ്ടിരുന്നു. പക്ഷേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളത് ഞാൻ നമ്മളുടെ വേറെ ജാതിയിൽ കുറച്ച് കായ എംബറർ ജാതി തന്നെ കായ കുറച്ചുണ്ടായിട്ടുള്ള ആ കായയും കാണിച്ചു തരാം. നമ്മൾ ഇതിൻ്റെ കായ ഒരെണ്ണം പൊട്ടിച്ച് കാണിക്കാം. വളരെ ചെറിയ കായാണ്. അത് ഇതുപോലെ കായ ഉണ്ടായിട്ടുള്ള കാരണം ആണ് ഇതുപോലെ കായും പത്രയും വന്നിരിക്കുന്നത്. ഇതിൽ കായ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ നമ്മൾ കായ പരമാവധി പറിച്ചു കളഞ്ഞാലും വീണ്ടും ഇങ്ങനെ മരം ഇനി ഒന്ന് നന്നായിട്ട് വലുതായതിനു ശേഷമാണ് കൂടുതൽ കായ നിർത്തുന്നത്. എൻ്റെ കായ ചെറുതാണ്. പക്ഷേ ഇതിൻ്റെ കായ കുറച്ചുണ്ടായിരിക്കുന്ന മരത്തിൻ്റെ കായ ഞാൻ കാണിച്ചു തരാം. എംബററിൻ്റെ വേറൊരു ജാതിയാണ്. അതിലെ കായ ഇതിൽ അത്ര കായ കൂടുതൽ ഭയങ്കരമായിട്ട് കായ ഉണ്ടായുള്ള ഒരു എന്നാലൊരു അത്യാവശ്യം കായകളുണ്ടായിരുന്നു. ഇതിൻ്റെ വന്നിട്ട് കണ്ടോ വ്യത്യാസം. പത്രിക്കട്ടി കായ ചെറുതാണ്. ഇതിലും കായ ഉണ്ട്, അത്രയും ഇല്ലാന്നുള്ളൂ. അപ്പോൾ ഇതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ? അതുമ്പോൾ കായ ഒരുപാട് ഇത്രയും വ്യത്യാസമായി. ഈ എംബറർ ജാതിയുടെ തന്നെയാണ് കാണിക്കുന്നത്. ഇനി അടുത്തത് ഒരു മരമുണ്ട്. അതിൽ വളരെ കുറച്ച് കായ ഉണ്ടായുള്ളൂ. അതിൻ്റെ കറക്റ്റ് സൈസ് കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ അകത്ത് കായ അടക്കുന്നുണ്ട്. ശരിക്കുള്ള വലിപ്പം നമുക്ക് കിട്ടുമത് ഉണ്ടോ? അപ്പോൾ ഇതാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്കിപ്പോൾ എങ്ങനെ തോന്നണോ? കണ്ടോ ഈ കായയുടെ വലിപ്പം, പത്രിയുടെ വലിപ്പം, സംഗതികൾ. ഇപ്പം 3 ഇതായിട്ട് എടുത്തത് കണ്ടോ? ഈ കായ്ക്ക് ഈ വലിപ്പം വരും എംബറർ ജാതിയുടെ. അപ്പോൾ ഇത് കുറച്ച് വർഷം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം. ഇതിപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കായകൾ ഒരുപാട് ഉണ്ടായ മരത്തുമ്മയാണ് ചെറിയ കായ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ കായ് വരുമ്പോൾ മാത്രമാണ് ആ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഇത് നോക്കി പത്രിയും കായൊക്കെ എങ്ങനെ പോയാലൊരു 4 ഗ്രാം പത്രി ഉണക്ക കിട്ടും. ഇത് കായ ഒരു 100 കായക്ക് 1 കിലോ എന്തായാലും വരും. ഇതാണ് ശരിക്കും നമ്മൾ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന, അതായത് മരം വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് പത്രിയും കിട്ടും കായം കിട്ടും. പക്ഷെ ഇത് വലിപ്പം വന്നിട്ടില്ല. അപ്പം ഇതിലും വലിപ്പം വയ്ക്കുമെന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. എന്തു പറഞ്ഞാലും ഉണ്ട് ഈ ജാതിക്ക ഇത്രേ ആയിട്ടുള്ളൂ. കായ കുറവുകൊണ്ട് ഈ വന്നിരിക്കുന്ന കായകളൊക്കെ നല്ല വലുപ്പമുണ്ട്. കായയും അതിൻ്റെ പത്രിക്കൊക്കെ വലുപ്പമുണ്ട്. ഇതിൻ്റെ പത്രി വന്നിട്ട് നേരെ അതിൻ്റെ പകുതി ഉള്ളൂ. എംബറർ ജാതിയെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മളിന്ന് COC അടിച്ചു കൊടുക്കുകയാണ്, കോപ്പർ ഓക്സിക്ലോറൈഡ്. അതായത് ഇപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് കണ്ട്. അപ്പോൾ ഇപ്പം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ശരിക്കും ഫംഗലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിക്കവർ ആയിക്കോളും. ഇല കൊഴിച്ചിൽ അതുപോലെ കായ് കൊഴിച്ചിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, ഫംഗസ് മൂലമുള്ളത്. അപ്പോൾ അതിന് ഇപ്പം അടിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. ഞാനിപ്പോൾ ഇത് ഒരു 200 ലിറ്റർ ബാരലിലാണ് ഇത് കലക്കി അടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കാണാം. നമ്മളിതിൻ്റെ കറക്റ്റായിട്ട് അളവുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈട്രാൻ, അതായത് COC കോപ്പർ ഓക്സിക്ലോറൈഡ് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 4 ഗ്രാമാണ് ഇടേണ്ടത്. അതുപോലെ പശ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1/2 ml പശ. അപ്പോൾ ഒരു 200 ലിറ്ററിൻ്റെ ബാരലാകുമ്പോൾ ഒരു 100 ml പശ ചേർത്ത് കൊടുക്കുക. മഴ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടിച്ചത് പിന്നെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒഴുകി. വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയിൽ വരും വരെ ബൈ.